ഞാൻ ഈ ഫോണും കൈ പിടിച്ച് വീഡിയോ ഓണാക്കിയിട്ടിട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ആൾക്കാർ വിചാരം വീട്ടിലേക്ക് ആരോടോ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്, വീട്ടിലെയോ ആൾക്കാരോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പരമാവധി വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ലേ, ഈ ലൈറ്റിന് എന്തിനു വെളിച്ചം നോക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചില്ല. ഇനി അറ്റത്ത് കാണുന്ന ചുമന്ന് ഒരു ഓറഞ്ച് കളർ ലൈറ്റ് കണ്ട, അവിടെ വരയ്ക്ക് നടക്കണം. അവിടെയാണ് എൻ്റെ റൂം. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഫോണ് ക്യാമറ ഓണാക്കിയിട്ട്, നെറ്റില്ലല്ലോ, നെറ്റ് കിട്ടണമെങ്കിൽ റൂമിന് പുറത്തെത്തണം, റൂമിൻ്റെ അകത്തില്ല. അപ്പോൾ അതുവരെ ആൾക്കാർക്ക് അറിയില്ലല്ലോ എനിക്ക് സിമ്മില്ലാത്ത കാര്യം. അപ്പോൾ ഞാനിങ്ങനെ പറ്റിക്കുക ആൾക്കാരെ, വലിയ ശല്യമില്ലാണ്ട് പോണു. ഇങ്ങനെ തന്നെ വർത്താനം പറഞ്ഞിട്ട് പോവാണ്. ഇപ്പോൾ വേറെ നിവൃത്തിയില്ല. ഇവിടെയാണ് കാറ് നിർത്തിയിട്ടിട്ട് എന്നോട് കാറിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ടും കാറിൽ കയറ്റാൻ നോക്കിയാൽ ആ ടീം ഒന്ന് നടന്നത്. ഈ പോസ്റ്റുമേ CCTV ക്യാമറ ഉണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് ക്ലിയറായിട്ട് സൈഡിലേക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ക്യാമറ ഇരിക്കുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും പിന്നെ ആ വശത്തേക്ക് അങ്ങനെയാണ് ഇരിക്കണേ. 4 വശത്തേക്കായിട്ടിരിക്കണേ. വണ്ടി നിർത്തിയിട്ടിരുന്നത് ഈ ഭാഗത്തായിട്ടാണ്, ഈ മണ്ണിൻ്റെ അപ്പുറത്ത്. ഇങ്ങോട്ടേക്ക് അവർക്ക് നോട്ടം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെയായിട്ട് ഈ ഭാഗത്തായിട്ട് വണ്ടി നിർത്തിയിട്ടായിരുന്നു. ഈ പ്രദേശത്ത് കണ്ടോ ഒക്കെ ഇരുട്ടാ, ഇവിടെ അങ്ങ് ഒരു മനുഷ്യനില്ല, ഒന്നുമില്ല. ഇത് അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ട്, എന്നിട്ട് പണ്ടായിരുന്നാവോ ഉണ്ടോ. ഈ നേരത്താണ് ഈ ജോലിയും കഴിഞ്ഞ് പോണത്. അങ്ങ് എത്ര വരെ ഒരാളും ഇല്ല ഇവിടെ, ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ ഇവിടെ ഒന്നും. ഇടയ്ക്കൊക്കെ ഓരോ വണ്ടികളിൽ വരും പോവും. പോസ്റ്റിൻ്റെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഫ്ലാഷ് ലൈറ്റ് അടിക്കണം. ചില സ്ഥലത്ത് പോസ്റ്റ് ലൈറ്റ് ഉണ്ടായാലും കാര്യമില്ല, ഫ്ലാഷ് ലൈറ്റ് അടിച്ച് തന്നെ പോകണം. പാമ്പ് ചേട്ടന്മാർ വരും, അത് കാരണം.